നമ്മളാ കാണുന്നിട എത്തുമ്പോൾ വൈപ്പിലേക്ക് എത്തുകയാണ്. ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഹൈക്കോടതി ഈ വാട്ടർ മെട്രോയിലാണ്. ഇവിടെ നിന്നും വൈപ്പിലേക്ക് സർവീസുണ്ട്. നമുക്ക് വാട്ടർ മെട്രോയിലൊരു യാത്ര പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഹൈക്കോടതി എന്ന് മാത്രമാണ് എഴുതിയേക്കുന്നത്. നമ്മൾ വിചാരിക്കും ഇത് ഹൈക്കോടതിയാണെന്ന്. പക്ഷേ വാട്ടർ മെട്രോ എന്ന് താഴെ ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട്. എൻ്റെ വേസ്റ്റ് ഇടാൻ നല്ലൊരു ഐഡിയ ആണ്. കുപ്പിയുടെ രീതിയിൽ ഇത് വെൽഡ് ചെയ്തൊരു സാധനം പെയിൻ്റൊക്കെ അടിച്ച് നല്ലൊരു ഐഡിയ ആണ്. നല്ല ഡിസൈനാണ് വാട്ടർ മെട്രോയ്ക്ക് ചെയ്തേക്കുന്നത്. ഇവിടെ എല്ലാം നല്ല ആംബിയൻസാണ്. ഇതിൻ്റെ ഇനോഗ്രേഷൻ്റെ വെച്ചിട്ടുണ്ട്. നരേന്ദ്രമോദിയാണ് ഇത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്തത്. പ്രസൻസ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറുടെ, പിന്നെ പിണറായി വിജയൻ ചീഫ് മിനിസ്റ്റർ, അങ്ങനെ പ്രധാനപ്പെട്ട ആൾക്കാരുടെ പ്രസൻസിലാണിത് കൊച്ചിക്ക് സമർപ്പിച്ചിട്ടുള്ളത്. ഹൈക്കോടതിയുടെ വാട്ടർ മെട്രോയ്ക്കുള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ആംബിയൻസ്. എടുത്ത് ടിക്കറ്റ് കൗണ്ടറാണിത്. നമ്മുടെ ATM കാർഡ് മാതിരിയാണ് ടിക്കറ്റ് കിട്ടി നമ്മൾ എൻട്രൻസിലേക്ക് പോവുകയാണ്. മെട്രോയുടെ സിസ്റ്റം തന്നെ ഇവിടെ പഞ്ച് ചെയ്ത് എൻട്രൻസ് ഓപ്പൺ ആകും. അങ്ങനെ നമ്മൾ ഉള്ളിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഇവിടെ നല്ല ഫാനൊക്കെ ഉണ്ട്. കയറിപ്പോകാനൊക്കെ ഉള്ള നല്ല അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ സത്യത്തിൽ ഇവിടെ വരുമെന്നൊരു പ്രതീക്ഷിച്ചല്ല ഇന്ന് വന്നത്. കുറേ ആൾക്കാർക്ക് ഇവിടെ ഇത് ചെയ്യാനുള്ള ഏരിയസ്, നല്ല ഏരിയ ഉണ്ട്. വാട്ടർ മെട്രോ ആണ് അവിടെ കിടക്കുന്നത്. ഡ്രൈവറൊക്കെ റെഡിയായിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഈ അവരുടെ ഇലക്ട്രിക് സെക്ഷനൊക്കെയാണ് ബാക്കിൽ. കൊച്ചി കായൽ ഒന്ന് കാണാം. ജനറേറ്ററാണ്. എൻട്രി നമുക്ക് ഇങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാണ് കയറിയിരിക്കുകയാണ്. കുറച്ച് പേരൊക്കെ ഉണ്ട്. ഫില്ലാകാനുണ്ട് ഇനി കുറച്ചുകൂടെ. ഫ്ലൈറ്റിലേക്ക് കൊണ്ട് തന്നെ ഇൻഫർമേഷനൊക്കെ കാണിക്കുന്ന ഒരു TV ഉണ്ട്. സേഫ്റ്റി മെഷറൊക്കെ കാണിക്കുന്നുണ്ട്. ഫ്രണ്ട് സൈഡിലാണ് ഇത് കാണുന്നത്. ക്യാബിനും ക്രൂ ഒക്കെ അവിടെയാണ്. നമ്മളിതിൻ്റെ റൂട്ടൊക്കെ, ഇതിൻ്റെ എഞ്ചിൻ്റെ ഭാഗങ്ങളൊക്കെ ഇതിനകത്തിലെ സ്പെസിഫിക്കേഷനൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു എമർജൻസി എക്സിറ്റ് ഉണ്ട്. നല്ല കൂളിംഗ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. നമ്മുടെ ബോട്ട് വിട്ടു വൈപ്പിലേക്കുള്ള യാത്രയാണ്. കുറച്ച് ദൂരമേ ഉള്ളൂ. അതൊരു കാണാം നമുക്ക്. പക്ഷേ ഇങ്ങനെ നല്ല സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നമ്മൾ പോകുന്ന രസമാണ്. കണ്ടെയ്നർ ടെർമിനലാണ് ഇവിടെ കാണുന്നത്. ക്രൂവിനെ കാണാൻ ചെറുതായിട്ട് ഇവിടെ ക്ലോസ് ചെയ്തേക്കണം. നമുക്ക് അങ്ങോട്ട് കയറാനുള്ള പെർമിഷൻ ഇല്ല. വൈപ്പിൻ്റെ പാലമൊക്കെ കാണാം ഇവിടെ നിന്ന്. കൊച്ചിയുടെ നല്ലൊരു വ്യൂ ആണ് ഇവിടെ കിട്ടുന്നത്. ബോൾഗാട്ടിയാണ് ആ ഭാഗത്ത്.
എല്ലാവരും ഇതിനകത്ത് ഒരു പ്ലേസിലേക്ക് പോകാനൊന്നും വന്നാറില്ല, എല്ലാവരും എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്നവരാ കൂടുതലും. എന്ത് രസമാണ് ബോൾഗാട്ടിയുടെ വ്യൂ ഒക്കെ, എന്ത് രസമാണ് നോക്കി. ഇതൊക്കെ ആസ്വദിക്കണം മലയാളികൾ. നമ്മുടെ ദൂരെയൊക്കെ പോകും, നമ്മുടെ നാട് ആസ്വദിക്കണം ആദ്യം. ഒക്കെ വെച്ചിട്ടുണ്ട്, സേഫ്റ്റി ഒക്കെ ഇതിനകത്ത് മാക്സിമം ഉണ്ട്. അതിൽ ബാക്കിലുള്ള ആ 2 സ്പേസ് അതിനകത്ത് നിറച്ച് ജാക്കറ്റുകളൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ബോട്ടിങ്ങിൽ അത് കാണിച്ചതാണ്. കൊൽക്കട്ടി പാലസ്, കണ്ടെയ്നർ റോഡ്, ടെർമിനൽ റോഡ് ഒക്കെ കാണാം. അതുകൊണ്ട് 2 നാവികസേനയുടെ 2 ഹെലികോപ്റ്ററുകൾ ഇങ്ങനെ 2-3 ഉണ്ട്. അവരുടെ പ്രകടനമൊക്കെ നടക്കുന്നുണ്ട് അങ്ങായാലെ. അങ്ങനെ സുന്ദരമായ കാഴ്ചകളാണ്. 4 ഹെലികോപ്റ്ററുകൾ അവരുടെ പരീക്ഷണ പറക്കൽ നടത്തുന്നത് കാണാം. നല്ല രസമുണ്ട് അത് കാണാൻ. ചെറുതായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ, പ്രത്യേകിച്ച് ഗോപ്രയിലൊക്കെ എടുക്കുമ്പോൾ സൂം ചെയ്യാൻ പറ്റത്തില്ല. ഒരു വാലവാലയിലെ മീൻ പോകുന്ന മാതിരി പോകുന്നു. വേറൊരു ബോട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്, അതിൻ്റെ വ്യൂ ഇപ്പോൾ കിട്ടും. ക്ലാസിക് എന്നുള്ള അവിടെയും കിടപ്പുണ്ട്. ഇവരുടെ 2-3 ബോട്ടെന്ന് തോന്നുന്നു ഇവിടെ സർവീസ് നടത്തുന്നു. ഇതിൽ പോകുമ്പോൾ നമുക്ക് കണ്ടെയ്നർ ടെർമിനലിന് അടുത്തുകൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ഷിപ്പ് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു, കാണാം. നമ്മളങ്ങനെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിന് അടുത്തുകൂടിയാണ് ഈ വൈപ്പിലേക്ക്. ഫോർട്ട് കൊച്ചിക്ക് മറ്റേ ബോട്ട് ജെട്ടിയിൽ നിന്ന് വരുമ്പം ഇത്രയും നമുക്ക് ക്രോസ് ഒരു വ്യൂ കിട്ടത്തില്ല. പക്ഷേ ഇത് നല്ല അടുത്ത് കിട്ടുന്നു. ഒരു ചരക്ക് കപ്പൽ കിടപ്പുണ്ട്. നമ്മുടെ കൊച്ചിയുടെ കേരളത്തിൻ്റെയൊക്കെ ബിസിനസ്സിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലാണ്. ഇഷ്ടംപോലെ കണ്ടെയ്നർ ലോറികളവിടെ കിടപ്പുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അതൊരു കൊച്ചു വള്ളത്തേലൊരു മനുഷ്യൻ ചെറിയൊരു ഫൈബർ ബോട്ടാന്ന് തോന്നുന്നു മീൻ പിടിക്കുന്നു. എന്ത് സാഹസികമായ കാഴ്ച. നമ്മളൊക്കെ അതൊക്കെ കയറിയ പേടിച്ച് വിറച്ച് താഴെ വീഴും. അത് വള്ളം ചരിഞ്ഞിരിക്കുന്നത്. അവർക്ക് നല്ല ബാലൻസാണ്. എത്ര കണ്ടെയ്നേഴ്സാണ് ഇവിടെ ലോറിയിലേക്ക് കയറ്റുന്നതും ഇറക്കുന്നതും ഒക്കെ. അതിൻ്റെ വലിയ ക്രെയിനൊക്കെ ഷിപ്പിൽ നിന്നുള്ള
എൻ്റെ ആമൊക്കെ വെളിയിലോട്ട് ഇങ്ങനെ കാണാം. നല്ലൊരു വലിയൊരു ഷിപ്പാണ് കിടക്കുന്നത്. നമ്മളാ കാണുന്നിട എത്തുമ്പോൾ വൈപ്പിലേക്ക് എത്തുകയാണ്. കടലിൻ്റെ തീരമായി നമ്മൾ ഒരു ഷിപ്പാണോ വലിയൊരു ബോട്ടാണോ കടലിൽ നിന്ന് കയറി വരുന്നുണ്ട്, കാണാം. കടലിലേക്കുള്ള വഴിയാണ് നമ്മുടെ. അവിടെ ഒരു ചങ്ങാടമുണ്ട്. നമുക്ക് വൈപ്പിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിൽ ആ ഭാഗത്തേക്ക് ഇറങ്ങാൻ പറ്റും. ചങ്ങാടം ഇടയ്ക്കിടയ്ക്ക് സർവീസുണ്ട്. ചങ്ങാടമാണ് വരുന്നത്. ജങ്കാർ സർവീസ് ഉണ്ട് അവിടെ. വലിയൊരു ജങ്കാറാണ്. കടലിൽ നിന്ന് ഒരു വലിയ ബോട്ട്, ഫിഷിംഗ് ബോട്ടാണെന്ന് തോന്നുന്നു, കയറി വരുന്നു. ജങ്കാർ ഇങ്ങനെ അടുത്ത് വരുന്നുണ്ട്. പിന്നെ ഫോഴ്സിൻ്റെയൊക്കെ ഇവിടുത്തെ പോലീസ് സേനയുടെ, തീരദേശ സേനയുടെ ബോട്ടുകളൊക്കെ കിടപ്പുണ്ട്. കൊച്ചി കായലിലേക്ക് ഈ മീൻ പിടിക്കുന്ന, എന്താ അതിന് പറയുന്നത്, ഇങ്ങനെ മരത്തെ ഇങ്ങനെ വലകളൊക്കെ, എന്തൊരു വലയാണ്, ചീന വല എന്നൊക്കെ പറയും, അതിങ്ങനെ കിടപ്പുണ്ട്. നല്ല രസമാണ്. ജങ്കാർ വരുന്നൊരു കാഴ്ചയാണ്. കാറും ഒത്തിരി വണ്ടികൾ, സ്കൂട്ടറുകളും ഒക്കെ ഉണ്ട് ആ ജങ്കാറിൽ. നമ്മൾ വൈപ്പിൻ ജെട്ടിയിലെത്തിയിരിക്കുകയാണ്. വൈപ്പിൻ ജെട്ടിയുടെ കാഴ്ചയാണ്. വൈപ്പിൻ കൊച്ചി വാട്ടർ മെട്രോ. അസിസ്റ്റൻ്റ് ക്രൂ ആണ്.
ആൾക്കാർ വണ്ടിയായിട്ട് കയറാനൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്. അങ്ങനെ വൈപ്പിലെത്തിയിരിക്കുകയാണ്. എല്ലാവരും ഇറങ്ങുന്ന തിരക്കിലാണ്. നമ്മുടെ ഇരിക്കുന്ന ലഗേജ് ആയിരിക്കും കൂടുതലും. ഇതുണ്ടോ ഫ്രണ്ടിലും ബാക്കിലും ഇതെല്ലാം മുടിയെ കണ്ട. നമ്മളെ സ്വീകരിക്കാനൊരു ലേഡി നിൽപ്പുണ്ട്. മൈൻഡ് ചെയ്യുന്നില്ല. പോട്ടെ, അടുത്ത സർവീസ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത ബോട്ടിലേക്ക് കയറാനുള്ള ആൾക്കാർ നിൽക്കുകയാണ്. ഇത് വൈപ്പിൻ മെട്രോയുടെ ഉൾവശമാണ്. ഹൈക്കോടതിയുടെ അത്രയും വലിപ്പമൊന്നുമില്ല, എന്നാലും അത്യാവശ്യം സ്പേസൊക്കെ ഉണ്ട്. പിന്നെ ടോയ്ലറ്റൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നല്ലൊരു വല്ലാർപാടത്തിനടുത്തൊക്കെ സ്ഥിതി ചെയ്യുന്നതാണ്. ഇതിവിടെ വരേണ്ട ഒരു സംഭവം തന്നെയാണ്. കൊച്ചിയുടെ പെൻഡാമേനൊക്കെ ഭാഗമാണ് കാണുന്നത്. നമ്മളിപ്പോൾ വൈപ്പിൽ നിന്ന് തിരിച്ച് ഉള്ളൊരു ഇതേ ബോട്ടിൽ കയറിയോണ്ടാണ് ഇങ്ങനൊരു ദൃശ്യം കിട്ടുന്നത്. പക്ഷെ വെയിൽ അവിടെ നിന്നുള്ളതുകൊണ്ട് അത്രയും ക്ലിയർ അല്ല. ഇവിടെ ഒരു എമർജൻസി നമ്മുടെ നാട്ടിലെ അമ്പലമണി മാതിരി ഒരു മണി വെച്ചിട്ടുണ്ട്.